നമസ്കാരം. ടേസ്റ്റ് ഓഫ് കേരള അമേരിക്കൻ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൽ അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 8ാമത് മാധ്യമശ്രീ മാധ്യമരത്ന മീഡിയ എക്സലൻസ് പുരസ്കാരങ്ങളുടെ വിശേഷങ്ങളാണ്. ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ടെലിവിഷൻ്റെയും പത്രങ്ങളുടെയും റേഡിയോകളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും പിറകിൽ പ്രവർത്തിക്കുന്നവർ, ആരും അറിയാത്തവർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, എഡിറ്റർ, ക്യാമറമാൻ എന്നിങ്ങനെ നിരവധി നിലകളിൽ പ്രവർത്തിക്കുന്നവരെ നമ്മളവരെ ടെലിവിഷനിൽ കാണില്ല. അവർ സെലിബ്രിറ്റികളല്ല. എന്നാൽ അവരെ കൂടി ഞങ്ങൾ ഈ പ്രാവശ്യം ആദരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക IPCൻ്റെ 2006 ആരംഭിച്ച ഈ സംഘടന കഴിഞ്ഞ 20 വർഷക്കാലം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട ഒട്ടേറെ ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ഉള്ള സ്ഥലമാണ് ഈ കൊച്ചിയും ഈ കേരളവും. ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ ആലോചിച്ചൊരു കാര്യം, ഞങ്ങളൊക്കെ ദൂരദർശനിൽ 1984 ഇവിടെ വരുന്ന സമയത്ത് ആ സമയത്തുണ്ടായിരുന്ന സാഹചര്യം മാധ്യമരംഗത്ത് വളരെ മാറിപ്പോയി. അമേരിക്കയിലെ മാധ്യമപ്രവർത്തകർ അവരൊരു പ്രധാനപ്പെട്ട സംഘടന രൂപീകരിച്ച് കഴിഞ്ഞ 8 പ്രാവശ്യമായി മാധ്യമപ്രവർത്തകരെ ആദരിക്കുക. അത് അമേരിക്കയിൽ വെച്ചും കേരളത്തിൽ വെച്ചും അവർ ഈ ചടങ്ങ് വളരെ ഭംഗിയായി നടത്തുകയാണ്. ഒരു പ്രാവശ്യം അമേരിക്കയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കും അവസരമുണ്ടായത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചിട്ടയായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. മീഡിയ തന്നെ വലിയൊരു ട്രാൻസിഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിന്റിൽ നിന്ന് ഓരോ മിനിറ്റിലേക്ക്, സെക്കൻഡുകളിലേക്ക് വാർത്തകൾ ചുരുങ്ങുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ പോലും വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നത് ഇന്നും സാംസ്കാരികപരമായി ഇന്നും ഒരുപാട് മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമാണ്. അത്തരം ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഇന്ത്യൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവർ നടത്തുന്ന ഒരുപാട് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള അവരുടെ പരിപാടികൾക്കും അവർ നടത്തുന്ന സാമൂഹിക ഇടപെടലുകൾ, അവർ നടത്തുന്ന ഈ പ്രയത്നത്തെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ വാർത്തകൾ അറിയുന്നത് പോലെ തന്നെ അമേരിക്കൻ വിശേഷങ്ങൾ അറിയാൻ ഏറെ താല്പര്യമുള്ളവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു താല്പര്യം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ ഉണ്ടായതിൽ ഇവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മുഴുവൻ മാധ്യമപ്രവർത്തകരും അവരവിടുന്ന് കൊടുക്കുന്ന റിപ്പോർട്ടിങ്ങുകളും അവിടെ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആ ഒരു താല്പര്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടയായിട്ടുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സാംസ്കാരിക സംഗമത്തിന് മാധ്യമപ്രവർത്തനത്തിനോടൊപ്പം തന്നെ മനുഷ്യത്വപരമായ പ്രവർത്തനത്തിലും വ്യാപരിക്കുന്ന അമേരിക്കൻ മലയാളി സമൂഹത്തിനോട് നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്കും സംരംഭത്തിനും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രത്യേക പല പ്രശ്നങ്ങളിലും കാര്യമായി ഇടപെട്ട് സഹായിക്കാൻ തയ്യാറായിട്ടുള്ള അമേരിക്കയിലെ എല്ലാ പ്രവാസികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ അംഗീകരിക്കാൻ, അവർക്കുള്ള എക്സലൻസ് അവാർഡ് നൽകാൻ വേണ്ടി
എടുത്ത തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ മൈലുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുകയും അവരുടെ പ്രവർത്തനത്തെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനത്തിനാണ് നമ്മളിവിടെ സാക്ഷികളാവുന്നത്. കർമ്മരംഗത്ത് മുന്നേറുന്ന മാധ്യമപ്രവർത്തകർക്ക് ഊർജം പകരാനും അമേരിക്കൻ മാധ്യമപ്രവർത്തകർക്ക് നാടുമായുള്ള ബന്ധം നിലനിർത്താനും വേണ്ടിയാണ് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഈ പരിപാടി സംഘടിപ്പിച്ചത്. വെരി ഹാപ്പി. ഞാൻ അമേരിക്കയിൽ പോയിട്ടുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ ഐ ഹവ് സംഹൗ ബീൻ കണക്റ്റഡ് ടു ഇതിലത്തെ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആശ മാത്യു. പ്രസ് ക്ലബും പൊളിറ്റീഷ്യൻസും മീഡിയക്കാരും ഉള്ള സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്ക് തോന്നും, ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി ഫെൽറ്റ് എ ലിറ്റിൽ പേഴ്സണൽ ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ആം എ വെരി സ്മോൾ പാർട്ട് ഇൻ ദിസ് ബിഗ് ഇവൻറ്റ്. അമേസിങ് ഫംഗ്ഷനാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നത് 50 വർഷത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അമേരിക്കയിൽ IPC എന്നെ ഇല്ല. കാരണം അത് കഴിഞ്ഞ 20 കൊല്ലമായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് അവാർഡ് കിട്ടുക ഞാൻ ആദ്യമായിട്ടൊരു മലയാള പത്രം അമേരിക്കയിൽ തുടങ്ങിയത് ഞാനാണ്. പ്രഭാതം എന്ന് പറഞ്ഞു 1979. അതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ അത് വലിയ സന്തോഷമായി. കാരണം ഞാനിപ്പം ഒരു വൈകി വന്ന വസന്തം എന്ന് പറയല്ലേ, അതുപോലെ ഒരു അവാർഡാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും മലയാളികൾ അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യമാണ്. മലയാളികളായ നോർത്ത് അമേരിക്കയിലുള്ളവർ ഇതുപോലൊരു വലിയൊരു സംഭവം ഈ കൊച്ചിയിൽ വന്ന് നടത്തി കേരള സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് അവരുടെ സ്നേഹവും കേരളത്തിനുള്ള കരുതൽ തന്നെയാണ്. അതിനൊരു വലിയൊരു ബിഗ് സല്യൂട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അവരുടെ എല്ലാവിധ പ്രയത്നങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും. അമേരിക്കയിലും കാനഡയിലും ഒക്കെ അവിടുത്തെ മലയാളി സുഹൃത്തുക്കൾ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. അവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ കാണാനും പഴയ ആളുകളുടെ ഓർമ്മ പുതുക്കാനും വേണ്ടിയാണ് എത്താൻ കഴിഞ്ഞത്. അങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കിയത് സന്തോഷം. കൊച്ചിയിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ മാധ്യമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ 24 ന്യൂസ് ചീഫ് എഡിറ്ററും ഫ്ലവേഴ്സ് TV ഡയറക്ടറുമായ R. ശ്രീകണ്ഠൻ നായരെ മാധ്യമശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. പ്രിയമുള്ളവരെ, ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക, ഞാൻ അവിടെ പോയിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്ന പല മാധ്യമപ്രവർത്തകർ, ജോണി ലൂക്കോസ് ഉൾപ്പെടെ RS ബാബു ഉൾപ്പെടെ പല ആളുകളും അവിടെ പോയിട്ടുള്ളവരാണ്. ഞാൻ ശരിക്കും ഇവരെന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ, ഈ ജൂറി ഇങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നവാഗത പ്രതിഭകൾക്ക് ഇത് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് 13 നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ കൊടുക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ അവരത് കേട്ടില്ല. പക്ഷെ അവരത് കേൾക്കാതിരിക്കുമ്പം തീർച്ചയായിട്ടും ഇങ്ങനെ കടലിനക്കരെ നിന്ന് കേരളത്തെ ഇങ്ങനെ വളരെ ക്ലോസായി കാണുകയും കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന പ്രവാസികളാണ് ശരിക്കും ഈ ഇന്ത്യ പ്രസ് ക്ലബ്ബ് നോർത്ത് അമേരിക്കയുടെ പിന്നിൽ. അപ്പോൾ അവരുടെ ഒരു ആദരം എനിക്ക് വേണ്ട എന്നൊക്കെ എന്തിനു തീരുമാനിച്ചു എന്നെനിക്ക് അറിയില്ല. കാരണം നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനസമൂഹം വിദേശ നാടുകളിലെ മലയാളികളെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട് പല കാര്യത്തിലും. നമ്മളിപ്പോൾ മുണ്ടക്കൈ ദുരന്തം മാത്രമല്ല, മറ്റ് കേരളത്തിൽ കോവിഡ് ഉണ്ടായപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ഒക്കെ പ്രളയം വന്നപ്പോഴും ഒക്കെ നമ്മൾ അവരുടെ ഒരുപാട് പിൻബലം ഏറ്റുവാങ്ങിയവരും ഒക്കെയാണ്. IPC എന്നോട് ഈ ഒരു നിമിഷത്തിൽ സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാളും അമേരിക്കൻ മലയാളികൾ ഇത്രയും സ്ട്രെയിനൊക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതാണ് ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്നത്. കാരണം കടൽ കടന്നൊക്കെ നമ്മൾ അമേരിക്കയിൽ പോയിട്ട് അവാർഡ് വാങ്ങിക്കുന്നില്ലല്ലോ. അവർ കടൽ കടന്ന് ഇങ്ങോട്ട് വന്ന് നമുക്ക് അവാർഡൊക്കെ തന്ന് നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ കുറേ കാലത്തിന് മുമ്പ് കുറേ സുഹൃത്തുക്കളെ ഇവിടെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ കേരളത്തിൽ ഈ പല മാധ്യമങ്ങളും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇവിടെ അവാർഡ് കൊടുക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് ചില ആൾക്കാരൊക്കെ ബോയ്ക്കോട്ട് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഡൻസികൾ കേരളത്തിൽ മാത്രമല്ല പുറത്തും ഉണ്ടെന്നുള്ള സന്തോഷം. അതുകൊണ്ട് പല ചാനലിലെ മാധ്യമപ്രവർത്തകരെ ഒന്നിച്ച് കാണാൻ പറ്റി. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ ഈ മാധ്യമങ്ങളിലെ
പ്രവർത്തകർ തമ്മിൽ ആ അഭിപ്രായ വ്യത്യാസം വേണ്ട, ഉള്ളടക്കത്തിൽ മാത്രം മത്സരിച്ചാൽ മതി. ആ ഒരു ടെൻഡൻസി കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ് കേട്ടോ. അത്ര വർക്ക് ചെയ്തില്ല. പക്ഷേ അതിനോട് വീണ്ടും ചില ശ്രമം കടൽ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിലെ മലയാളി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ അവർ നൽകിയ ഈ ഒരു പുരസ്കാരം എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും. ഇതിൻ്റെ ഓർഗനൈസേഴ്സ് എല്ലാം തന്നെ അമേരിക്കയിൽ മറ്റ് പല മേഖലകളിൽ നിൽക്കുന്ന സമയത്തും ഒന്ന് നാടിനോടുള്ള സ്നേഹം, രണ്ടാമത് ഈ മാധ്യമ പ്രവർത്തനം ജേർണലിസത്തോടുള്ള സ്നേഹം, അതിനു വേണ്ടിയിട്ട് അവരിവിടെ വന്നുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഇവിടുത്തെ എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ഈ പരിണിതപ്രജ്ഞരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അംഗീകാരം നൽകുകയും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള അമേരിക്കയിലും, ഇപ്പോൾ ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്, മിഡിൽ ഈസ്റ്റും കേരളത്തിലുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ, അതിലേക്ക് രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ തന്നെ മത സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഇക്കാര്യത്തിൽ ചെയ്തിട്ട് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഇദ്ദേഹത്തെ പോലുള്ളവരെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ മനുഷ്യനെന്ന് അറിയിപ്പിക്കുക. വീഡിയോ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാമറമാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഇവരൊന്നും ആരും ഓണർ ചെയ്യാറില്ല. വളരെ ഭംഗിയിൽ സംഘടിപ്പിച്ച ഒരു നല്ല പ്രോഗ്രാമാണ്. ഈ പരിപാടിയുടെ ഒരു പ്രധാന പങ്കാളിയായിട്ട് ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. നന്നായിരുന്നു, വെൽ ഓർഗനൈസ്ഡ്. ആൻഡ് നിങ്ങൾ ഈ ജേതാക്കളെ കണ്ടുപിടിക്കാനായിട്ട് എടുത്ത എഫേർട്ടും അതൊന്നും അത്ര നിസ്സാരമല്ലെന്ന് എനിക്കറിയാം. നന്നായിരിക്കണോ, മൊത്തത്തിൽ എല്ലാവർക്കും ഇതൊരു പ്രചോദനമാണല്ലോ. പിന്നെ ഈ മാധ്യമങ്ങളെ അനുമോദിക്കുന്നതിലും അവരുടെ ഈ കൂട്ടായ്മയിലെല്ലാം ഞങ്ങളും കൂടി ഒന്ന് പങ്കുചേരുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായിട്ട്, ഒരു ബിസിനസ് വുമൺ എന്ന നിലയിൽ അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. സന്തോഷം. നമ്മുടെ ചെയ്യുന്നൊരു ജോലിക്കുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് തന്നെയല്ലേ കാണുന്നത്. നല്ല സന്തോഷം. ആ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ വേറൊരു സന്തോഷം. IPCNയുടെ ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായം അറിയാം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഫ്ലവേഴ്സ് ടിവിയുടെ പ്രസൻസ് ഇവിടെ ഉള്ളത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ US-ലുള്ള ഒരു ഇവൻറ്റ്, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഇവൻറ്റ് ഇന്ത്യയിൽ വന്ന് നടത്തുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ആളുകളുടെ കോഓപ്പറേഷൻ വാസ് കമെൻഡബിൾ. നമ്മൾ താമസിച്ച ഹോട്ടലിലാണെങ്കിലും നമ്മൾ പരിപാടി നടത്തിയ ഈ ഇവൻറ്റ് വെന്യൂവിലാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ക്രൂ
തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾക്കിത് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. സോ താങ്ക് യു ആൻഡ് കുഡോസ് ടു ദി എൻറ്റയർ ടീം ഹു വാസ് സപ്പോർട്ടിങ് അസ് ടു മേക്ക് ദിസ് ഇവൻറ്റ് പോസിബിൾ. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. IPCNയുടെ നിയുക്ത പ്രസിഡന്റ് രാജു പളത്ത് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്കറിയാം. വളരെയധികം സന്തോഷം ഇന്ന് ഈ ഇവൻറ്റിൽ പങ്കുചേർന്നതിൽ. കാരണം അമേരിക്കയിലെ ഏറ്റവും ശക്തമായ ഒരു സംഘടന ഇന്ന് വളർന്ന് പന്തലിച്ച് നോർത്ത് അമേരിക്കയിൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു ഇവൻ്റ് ഇവിടെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. അത് ഏറ്റവും ശക്തമായ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. വളരെയധികം അഭിമാനമാണ് ആക്ച്വലി കേരളത്തിലുള്ള പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സീനിയേഴ്സായിട്ടുള്ളവരെ കണ്ടെത്തി ഇതുപോലൊരു അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഈസിയല്ല. മാസങ്ങളോളം മിസ്റ്റർ സുനിൽ ട്രൈസ്റ്റാറിൻ്റെയും അവരുടെ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ കൂടിയ ഇത്രയും സക്സസ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് നമുക്ക് ചെയ്യാൻ സാധിച്ചു. വരും വർഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും അതിനവസരം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ലാസ്റ്റ് ഇയറിൽ ഇവൻ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇറ്റ് വാസ് അതിനകത്ത് വേറൊരു വെന്യൂലായിരുന്നു, ഐ തിങ്ക് ബോൾഗാട്ടിലായിരുന്നു. ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ഫൈം കറക്റ്റ് ഓഫ് തേർഡ് ടൈം ഐം ഹോസ്റ്റിംഗ് ദിസ് പർട്ടിക്കുലർ ഇവൻ. ഓരോ വർഷം കൂടുന്നവരും ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡും ടെറൈൻസും കുറേ കൂടെ വലുതാവുകയാണ്. ഇറ്റ് വാസ് എ വെരി നൈസ്ലി പുട്ട് അപ്പ് സ്റ്റേജ് ആൻഡ് ഡെക്കോർ. കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് മീഡിയ എക്സലൻസ് അവാർഡ് വന്നത് കാണുന്നതിൽ ഭയങ്കര സന്തോഷം. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഈ മാധ്യമശ്രീ പുരസ്കാര വേദിയിൽ വന്ന് നിങ്ങൾ എത്രയും നല്ല രീതിയിൽ കവർ ചെയ്യാനും, പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്ലവേഴ്സ് TV USA CEO ബിജു സക്കറിയ, സിജോ വടക്കൻ, TC ചാക്കോ, ഇമ്മാനുവൽ സൊറോ എന്നിവർക്കുള്ള പ്രത്യേകം നന്ദി ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പേരിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നുള്ള ഈ ടീമിനെ വെച്ചുകൊണ്ടും അവിടെ നിന്നുള്ള ഒരു വലിയ ബൃഹത്തായ ടീമാണ് ഫ്ലവേഴ്സ് TV USA-ക്കുള്ളത്. അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് അമേരിക്കയിലും ഞായറാഴ്ച രാവിലെ 7:30 ഇന്ത്യയിലും സംപ്രേഷണം ചെയ്യുന്നു.
ഉണ്ണിയമ്മയുടെ രുചിക്കൂട്ടുകൾ. പരമ്പരാഗതം, പ്രകൃതിദത്തം, രുചികരം. ടേസ്റ്റ് ഓഫ് കേരള ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി. Kitchen's office manager here at Beam Real Estate. You can achieve all your real estate dreams through DFW commercial real estate guru Joe Stankichin, who sold more than $25 million this year alone. This festive season, let's spread joy, prosperity and abundance with Malabar Gold and Diamonds. Buy your favorite diamond jewelry and get free gold coins with your purchase. And guess what? You can even exchange your old gold jewelry for the latest design without any loss. That's not all. Lock in the best gold rate by paying just 10% in advance. With you in every color of every celebration, Malabar Gold and Diamonds. Job Joseph Agency. Farmers Insurance Agent. Insurance service in Chicagoland area. Covering auto, home, life, commercial insurance, and much more. For all your insurance needs in Chicagoland area, please call Job Joseph at 847-966-7990. Job Joseph Agency, 9138 Waukegan Road, Morton Grove, Illinois. JS Consulting Services. JS Consulting. അതേന്നേ, ജോസേട്ടന്റെ ഓഫീസിൽ എല്ലാവരുടെയും ഇത്തരം വർക്കൊക്കെ അവരാ ചെയ്യുന്നത്. OCA സർവീസസ്, ഇന്ത്യൻ പാസ്പോർട്ട്, വിസ സർവീസസ് തുടങ്ങി US സിറ്റിസൺഷിപ്പ്, ഗ്രീൻ കാർഡ്, US ഇമിഗ്രേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും. ഇതും പോരാഞ്ഞിട്ട് നാട്ടിലെത്തുന്ന വിദേശ മലയാളികൾക്ക് വേണ്ടി ഇവരുടെ സർവീസ് നാട്ടിൽ ലഭ്യമാണ്. അത് കൊള്ളാമല്ലോ. അങ്ങനെയെങ്കിൽ ഇനി JS കൺസൾട്ടിംഗ് തന്നെ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഇവരെ കൊണ്ട് നമുക്ക് നാട്ടിലും കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, ഈ ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാതിരുന്നത്? ആർക്ക്? നമ്മുടെ ജോസേട്ടനെ. JS Consulting Services. Contact 847-527-7760. www.jsconsultingusa.com. Excel World Tour, Dallas, Texas, conducting international tour packages from North America and Dubai, Australia and New Zealand, 16 days. Holy Land Tour, Alaska Cruise, 7 days. Canada, 10 days. Iceland, 7 days. Miracle of Christmas, 3 days, Branson and Missouri. Dubai and Maldives. Excel World Tour conducted hundreds of successful tours in worldwide. For more information and booking, visit excelworldtours.com or call Varghese Abraham 267-549-4733. Tour coordinators Reverend Dr. R.C. Thomas and John C. Abraham. Excel World Tour, your dream journey. Residential and commercial real estate. To buy, sell, rent or invest in Houston. Realtor Ajitha Tos Kandarapalli, 832-612-6733. I treat my clients as I would want to be treated. Ready to move in new homes and resale homes. Virtual tour videos, builder special deals and negotiations. Call Ajitha Tos for all your real estate needs. A full-time realtor and team member of MIH Realty, a company with 18 years experience in real estate. You have a friend in Houston. Ajitha Tos, your Texas realtor. Cell 832-612-6733.